ശാന്തമായ അവർ തെറ്റായ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത നിയോജകമണ്ഡലം നേതാക്കളോടൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മൾ നാളെ നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ മൊത്തമായിട്ട് UDF-ന്റെ പരീക്ഷയെ നമ്മൾ ബാധിക്കാത്ത രൂപത്തിലാണ്. ആശുപത്രി കേസുകളുണ്ടാവും, അതുപോലെ തന്നെ വിവാഹം, ബാല്യബന്ധത്തിന്റെ ആവശ്യ വസ്തുക്കളുടെ സർവീസ് മാത്രം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ഹർത്താലാണ് നമ്മൾ നടത്തുന്നത്. വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വരെ ശക്തമായ സമര പരിപാടികളുമായി ബന്ധപ്പെട്ട് UDF മുന്നോട്ട് പോകും എന്നുള്ളതാണ് എല്ലാവരെയും അറിയിക്കാനുള്ളത്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ ഒരു പ്രചരണം നടത്തി, ഒരു നുണപ്രചരണം നടത്തി. CPM എങ്ങനെയാണോ കണ്ണൂർ ജില്ലയിലും വടകര താലൂക്കിലും സാധാരണ അക്രമം അയച്ചുവിടാറുള്ളത്, അതുപോലെ ഒരു നുണ കൊണ്ട് അവരൊരു അക്രമം അയച്ചുവിട്ട് ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് പെരിന്തൽമണ്ണ ഇനി കണി കാണാൻ കിട്ടുകയില്ല എന്ന ബോധ്യം CPM-ന് ഉണ്ടായപ്പോൾ നമ്മൾ അടിച്ചൊതുക്കുക എന്നാണ് തീരുമാനിക്കുന്നത്. എങ്കിൽ നമ്മൾ അതിന്റെ ഏറ്റവും വലിയ സമരമാർഗമായി നാളെ ബഹുമാന്യനായ നാസിർ മാഷി ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ച പോലെ നാളെ രാവിലെ മുതൽ നമ്മൾ ഹർത്താൽ തീരുമാനിക്കുകയാണ്. ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറായി നമ്മുടെ UDF-ന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇതൊരു സംസ്ഥാന വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. UDF പ്രസിഡന്റ് സംസാരിച്ചു, ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ചു, നമ്മുടെ അനിൽകുമാർ MLA അടക്കമുള്ള UDF-ന്റെ മുഴുവൻ നേതാക്കന്മാരും ഇത് പെരിന്തൽമണ്ണയുടെ മാത്രം വിഷയമല്ല, UDF ഇത് സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ മുഴുവൻ പ്രവർത്തകരോട് പറയാനുള്ളത്, നാളത്തെ ഹർത്താൽ സമ്പൂർണ്ണമായി വിജയിപ്പിക്കാൻ നിങ്ങളുടെ ഓരോ ഗ്രാമത്തിലും പോകണം. എല്ലായിടത്തും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നാളെ നിശ്ചയിച്ച കല്യാണം ഉണ്ടാകും, അത് നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. നാളെ നിശ്ചയിച്ച ശബരിമല യാത്രകൾ ഉണ്ടാവും, അത് നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. നമ്മൾ പരീക്ഷ കുട്ടികളെയും നമ്മൾ ഒഴിവാക്കും. ബാക്കി എല്ലാ കടകളും അതുപോലെ തന്നെ കമ്പോളങ്ങളും വാഹനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം CPM ഞങ്ങളുടെ നെഞ്ചിലാണ് കുത്തിയിരിക്കുന്നത് എന്ന ഒരു കാര്യം ഇവിടുത്തെ സാധാരണക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി ഇന്ന് മുന്നോട്ട് പോകും. ഒരു ഭാഗത്ത് നാളെ നമ്മുടെ ഹർത്താൽ നടക്കുമ്പോൾ തന്നെ ഇനി പ്രതികളെ പിടിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിൽ പോലീസ് പിറകോട്ട് പോയാൽ അതിശക്തമായ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഇപ്പൊ നമ്മൾ സമാധാനപരമായി പിരിഞ്ഞു പോവാണ്. ഒരു പ്രശ്നവും നമ്മുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. സമരത്തിന് ഈ അർദ്ധരാത്രിയിലും സംഘടനയെ സ്നേഹിച്ചുകൊണ്ട് ഈ സമരത്തിന് കേട്ടറിഞ്ഞു വന്ന എൻ്റെ പ്രിയപ്പെട്ട UDF-ന്റെ പ്രവർത്തകരെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യാൻ കൂടി ഞാൻ ഈ ഒത്തിരി പോയിക്കൊണ്ട് ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. എല്ലാവരും